perfect summer is over in a flash and you're on your way. Somebody near, it's open for tonight, it's not too late. My mind says you. ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സിമ്പിൾ ബ്രൗണി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണണമെങ്കിൽ എൻ്റെ റെസിപ്പീസും എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 1 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ട് അതിനെ മെൽറ്റ് ചെയ്തിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ മിക്സിംഗ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 3/4 കപ്പ് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കാം. ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്രാനുലേറ്റഡ് ഷുഗറാണ് ചേർത്തിട്ടുള്ളത്. 2 കപ്പാണ്, അതായത് പൊടിക്കാത്ത പഞ്ചസാര. ഒരുപാട് വലിയ തരിയൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ച് വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് വളരെ നന്നായിട്ട് ഇതുപോലെ വിസ്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാം. പക്ഷെ കൈകൊണ്ടാണെങ്കിലും ഒരു 10 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 7-8 മിനിറ്റോളം എങ്കിലും നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കാം. നമ്മൾ ചില ബ്രൗണീസ് കാണുമ്പം മുകളിലൊരു സ്കിൻ പോലെ ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്ന പോലെ കാണാൻ സാധിക്കില്ലേ? അതെങ്ങനെയാണ് വരണേന്നറിയോ? ഈ ഒരു ഷുഗർ ബട്ടർ മിക്സിങ്ങിലാണ് അതിരിക്കുന്നത്. അതായത് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കുക. അപ്പം ആ ഷുഗറൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ കൂടെ മെൽറ്റായി വരണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള 3 എഗ്സാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ എല്ലാ മിക്സിങ്ങും കൂടെ ടോട്ടൽ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ എടുക്കുമായിരിക്കും നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പം. അപ്പോഴാണ് ആ ഷുഗറൊക്കെ അത്യാവശ്യം നന്നായിട്ട് മെൽറ്റായി നല്ല സിൽക്കി സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടുക. പിന്നെ അടുത്ത സൺഡേ ഞാനൊരു സ്പെഷ്യൽ വ്ളോഗാണ് പ്ലാൻ ചെയ്യുന്നത്. അത് കാണാൻ മറക്കരുത്. കുറച്ച് മോട്ടിവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കാം ആൻഡ് റിലാക്സ് ഫീല് കിട്ടുന്ന ഒരു വ്ളോഗാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ മറക്കല്ലേ. ഇത് നല്ല സ്മൂത്ത് ബാറ്റർ ആയതിനു ശേഷം 1 കപ്പ് മൈദയും ഇതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂൺ സോൾട്ടും കൂടെ ചേർത്തിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം ഇത് ഓവർ മിക്സ് ആവാണ്ട് നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ അത്രയും കറക്റ്റ് ആവില്ല. ചെറുതായിട്ടൊന്ന് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് സ്പാറ്റുലയും കൊണ്ട് ബാക്കിയുള്ള ഫോൾഡിങ് ചെയ്യാം വളരെ ജെൻറ്റിലായിട്ട്. ഈ മൈദയുടെ വൈറ്റ് സ്ട്രീക്സ് കാണാൻ പാടില്ല. പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. എന്നാൽ വളരെ ജെൻറ്റിലായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിലോട്ട് 270 ഗ്രാംസിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അവൻ ഒരു 177 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്യാനാക്കി വെക്കണേ. നമ്മൾ കേക്ക്സ് ഒക്കെ ബേക്ക് ചെയ്യണ പോലെ തന്നെ ബ്രൗണിയും അവൻ്റെ മിഡിൽ റാക്കിലാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു 8x8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് പാനിലാണ്. ഗ്രീസ് ചെയ്ത് പാച്ച്മെൻറ്റ് പേപ്പർ വെച്ച് ലൈൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. to 40 minutes 177 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ അവൺ അനുസരിച്ച് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബേക്കിംഗ് ടൈമിന് വ്യത്യാസം വരാം. Once you let the light in, you won't see the beautiful stars shining down
afraid of the dark.